ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വള ദ ബാംഗ്ലൂർ സ്റ്റോറി എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒരു വളയും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ മൂവിയുടെ പശ്ചാത്തലം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഈ വീഡിയോ കൂടി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. പണ്ടൊരു വൃദ്ധൻ മാണിക്യക്കല്ലൊരുക്കി നിറയെ കൊത്തുപണികളും രത്നങ്ങളുമൊക്കെയുള്ള ഒരു സ്വർണ്ണവളയുണ്ടാക്കി. അമൂല്യമായ നേട്ടങ്ങൾ കൈവരിക്കുന്നവർക്കുള്ള സമ്മാനമായി മാറിയ ആ വള ആഗ്രഹിച്ച് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്നു. ആ വളയ്ക്കായി യുദ്ധങ്ങൾ വരെ നടന്നു. വള കൈക്കലാക്കാൻ വേശ്യമാർ വരെ ആളുകൾ വന്നു. പക്ഷെ ആർക്കും അത് സ്വന്തമാക്കാൻ പറ്റിയില്ല. ഇതോടുകൂടി കഥ അവസാനിച്ചു. പിന്നീട് ഒരു വീടാണ് കാണിക്കുന്നത്. രാത്രി സമയത്ത് വീടിന്റെ മുന്നിൽ കൂടി കഥാനായകനായ ബാനു ബൈക്ക് പതിയെ തള്ളിക്കൊണ്ടു പോകുന്നതാണ് കാണിക്കുന്നത്. ഒരു സുപ്രധാന കേസിൽ സാക്ഷി പറയേണ്ട അബു എന്ന് പറയുന്ന ആളുടെ വീടായിരുന്നു അത്. അദ്ദേഹത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. ബാനു എന്ന് പറയുന്ന നമ്മുടെ നായകനാണ് അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ നിന്നിരുന്നത്. ജോലിയുടെ ഇടയിൽ നിന്ന് ആരും അറിയാതെ വേറെ എങ്ങോട്ടോ പോവുകയായിരുന്നു ബാനു. അവൻ പോയ ഉടനെ തന്നെ കുറെ ആളുകൾ വീടിനകത്ത് കയറി അബുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അബു തിരിച്ചടിക്കുന്നുണ്ട് എങ്കിലും അബുവിന്റെ കാലിൽ വെട്ടുകൊള്ളുന്നു. പിന്നീട് കാണിക്കുന്നത് ബാനുവിന്റെ സീനിയർ ബാനുവിനെ വഴക്ക് പറയുന്നതാണ്. ജീവന് ഭീഷണിയുള്ള ഒരു പ്രധാന സാക്ഷിയാണ് അബു. അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയാൽ ബാനുവിന്റെ ജോലി പോകുമെന്നും ഇത് ബാനുവിനുള്ള ലാസ്റ്റ് വാണിംഗ് ആണെന്നും പോലീസുകാരൻ പറയുന്നു. ഈ സമയം കൊണ്ട് തന്നെ അബുവും ബാനുവും തമ്മിൽ വളരെ നല്ലൊരു സൗഹൃദം ഉടലെടുത്തിരുന്നു. അടുത്ത സീനിൽ അവർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതാണ് കാണിക്കുന്നത്. താൻ കാരണമാണ് അബുവിന് കാലിന് വെട്ടുകൊണ്ടത് എന്നോർത്ത് ബാനു അബുവിനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അബുവും അത് വിട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു തോൽവിയാണ്, എൻ്റെ ഭാര്യ ഒരു വള ചോദിച്ചിട്ട് അതുപോലും കൊടുക്കുവാൻ പറ്റാത്ത ഞാൻ എങ്ങനെ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് എന്നൊക്കെ ബാനു പറയുന്നുണ്ട്. ഏത് വളയുടെ കാര്യമാണ് സാറ് പറയുന്നതെന്ന് അബു ചോദിക്കുന്നു. അപ്പോൾ ബാനുവിൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, അതൊക്കെ ഒരു വലിയ കഥയാണ്. അക്ഷയിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണുണ്ട്, സരള എന്നാണ് അവളുടെ പേര്. അവളും അവളുടെ ഹസ്ബൻഡ് പുരുഷോത്തമനുമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന്. കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. അതിൽ സരളയും അവളുടെ ഹസ്ബൻഡ് പുരുഷോത്തമനെയും ഫസ്റ്റ് നൈറ്റ് ആണ് കാണിക്കുന്നത്. അവർ സംസാരിക്കുന്നതിനിടയിൽ സരളയുടെ കയ്യിൽ കിടക്കുന്ന ഒരു വള കണ്ട് അതിനെക്കുറിച്ച് പുരുഷോത്തമൻ ചോദിക്കുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച വജ്രങ്ങളൊക്കെ ഉള്ള വളയായിരുന്നു അത്. കിടക്കുന്നതിന് മുന്നേ ആഭരണങ്ങളൊക്കെ ഊരാൻ പറയുമ്പോൾ സരള പറയുന്നുണ്ട്, ഈ വള മാത്രം ഊരാൻ പറ്റില്ല, ഇതെന്റെ അമ്മമ്മയുടെ ഓർമ്മയാണ്, അമ്മമ്മ മരണക്കിടക്കയിൽ വെച്ച് എനിക്ക് ഊരി തന്നതാണ് എന്നൊക്കെ. എന്നാൽ നമ്മളുടെ അതിരാത്രിയിൽ അമ്മമ്മയുടെ ഈ വളയും കൂടി ഉണ്ടാവട്ടെ എന്ന് പുരുഷവും പറയുന്നു. എന്നാൽ കെട്ടിപ്പിടിക്കുമ്പോഴും കിടക്കുമ്പോഴുമെല്ലാം ആ വള കൊണ്ട് പുരുഷന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാവുന്നുണ്ട്. ഈ സമയത്ത് ഒരു ഇല്ലത്ത് നിന്ന് ഒരു തമ്പ്രാട്ടിക്കുട്ടി ഒളിച്ചോടുന്നു. അവളുടെ പേര് വിശാലാക്ഷി എന്നാണ്. പോകുന്നതിന് മുന്നേ അവൾ തന്റെ അമ്മുമ്മയുടെ മുറിയിൽ വന്ന് അലമാരയിൽ നിന്ന് ആഭരണപ്പെട്ടിയും എടുത്തുകൊണ്ടാണ് പോകുന്നത്. ബാനുവിന്റെ കാമുകിയാണ് വിശാലാക്ഷി. ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട അവൾ മറ്റൊരു ജാതിയിൽപ്പെട്ട ബാനുവിന്റെ കൂടെ ഒളിച്ചോടിയത് കൊണ്ട് തന്നെ വിശാലാക്ഷിയുടെ വീട്ടിൽ അവളുടെ അന്ത്യകർമ്മങ്ങൾ വരെ നടത്തുന്നു. അതിനുശേഷം വിശാലാക്ഷിയുടെയും ബാനുവിന്റെയും കല്യാണ റിസപ്ഷനാണ് കാണിക്കുന്നത്. ബാനുവിന്റെ വീട്ടിൽ ചേട്ടനും ചേട്ടത്തിയും അവരുടെ കുട്ടികളുമാണ് ഉള്ളത്. പിന്നീട് ബാനുവും വിശാലാക്ഷിയും മുറിയിലേക്ക് വരുന്നു. അപ്പോൾ വിശാലാക്ഷി ആകട്ടെ അവൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ആഭരണപ്പെട്ടി എടുത്തുകൊണ്ടുവന്ന് ബാനുവിനോട് തുറക്കാൻ പറയുന്നു. അവനത് തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു പഴയ എഴുത്തും കുറെ മുത്തുകളുമാണുള്ളത്. അപ്പോഴാണ് പെട്ടി മാറിയാണ് എടുത്തത് എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. ആഭരണ പെട്ടിക്ക് പകരം അമ്മൂമ്മയുടെ മറ്റൊരു പെട്ടിയാണ് അവൾ എടുത്തുകൊണ്ട് വന്നത്. താൻ ഒന്നുമില്ലാതെ കയറി വന്നു എന്ന് പറയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ കരയുന്നുണ്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ബാനു അവളെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് അമ്പലത്തിൽ തൊഴുതിറങ്ങുന്ന സരളയെയും ഭർത്താവ് പുരുഷോത്തമനെയും കാണിക്കുന്നു. സരളയുടെ ഫോണിൽ ശല്യം എന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്ന് കുറെ തവണ ഫോൺ വരുന്നത് കാണുന്ന പുരുഷു ഇത് ആരാ ശല്യം എന്ന് ചോദിക്കുന്നുണ്ട്. അത് കസ്റ്റമർ കെയർ ആണെന്ന് സരള പറയുന്നു. ഇവിടെ ആകട്ടെ വിശാലാക്ഷിക്ക് ബാനുവിന്റെ വീട്ടിലെ ശീലങ്ങളുമായി പൊരുത്തപ്പെടുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇല്ലത്ത് ജീവിച്ച അവൾക്ക് മീനിന്റെ ഒന്നും മണം പിടിക്കില്ല. ബാനുവിന്റെ വീട്ടിൽ മീൻ കഴിക്കുന്നത് കാണുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നി വിശാലാക്ഷി ഓടിപ്പോകുന്നുണ്ട്. ഇതൊക്കെ കാരണം ബാനുവിന്റെ ചേട്ടത്തിക്കും വിശാലാക്ഷിക്കും ഇടയിൽ ചെറിയ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. പിന്നീട് കാണിക്കുന്നത് ബാനു വിശാലാക്ഷിയെ അവളുടെ ആധാറിലെ അഡ്രസ്സ് മാറ്റാൻ അക്ഷയ സെന്ററിന് മുന്നിൽ ഡ്രോപ്പ് ചെയ്യുന്നതാണ്. ആ സമയത്ത് തന്നെ അകത്തുനിന്ന് സരളയുടെ ശബ്ദം കേൾക്കാം. ഇത് ജ്വല്ലറി അല്ല, അക്ഷയ സെന്റർ ആണ് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു താത്ത അവൾ ആരാ അങ്ങനെയൊക്കെ പറയാൻ, അത് എന്റെ തന്നെയാ എന്നും പറഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത് കാണിക്കുന്നുണ്ട്. പുറകെ പ്രജിത്ത് എന്ന പേരുള്ള അക്ഷയ സെന്ററിൽ വർക്ക് ചെയ്യുന്ന ആളും താത്തയെ സമാധാനിപ്പിക്കാൻ കൂടെ പോകുന്നു. ഈ പ്രജിത്തും ബാനുവും കൂട്ടുകാരാണ്. ആധാർ കാർഡ് അഡ്രസ് അപ്ഡേറ്റ് ചെയ്യാനാണ് വിശാലാക്ഷി വരുന്നത്. സരള ഓൾറെഡി വളരെ ഇറിറ്റേറ്റഡ് ആയി ദേഷ്യത്തിലാണ് വിശാലാക്ഷിയോട് ഓരോന്ന് ചോദിക്കുന്നത്. അതിന്റെ ഇടയിൽ വിശാലാക്ഷി സരളയുടെ കയ്യിലെ വള കാണുകയും അത് എവിടുന്ന വാങ്ങിയതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഉടനെ തന്നെ സരള വളരെ ദേഷ്യത്തിൽ വിശാലാക്ഷിയെ ഇൻസൾട്ട് ചെയ്യുന്നു. വന്നാൽ വന്ന കാര്യം നോക്കിയാൽ പോരെ, പേരിൽ മാത്രം ഗതി ഉണ്ടായാൽ പോരാ, കുടുംബത്തിലും വേണം. തനിക്ക് വള വേണമെങ്കിൽ തന്റെ ഭർത്താവിനോട് പോയി ചോദിക്കുക, അല്ലാതെ ബാക്കിയുള്ളവരുടെ കയ്യിലും കായലിലും നോക്കി നിൽക്കുകയല്ല വേണ്ടത് എന്നൊക്കെ സരള പറയുന്നു. എന്നിട്ട് സരള തനിക്ക് ഇവിടെ മടുത്തു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ബാഗും എടുത്ത് ദേഷ്യത്തിൽ ബസ് കയറി പോകുന്നു. നേരത്തെ വഴക്കിട്ട് ഇറങ്ങിപ്പോയ താത്തയും ആ ബസ്സിൽ കയറുന്നതായിട്ട് കാണിക്കുന്നു. സരളയുടെ വീട് വരെ ആ താത്തയും സരളയെ ഫോളോ ചെയ്യുന്നു വരുന്നു. അടുത്ത സീനിൽ ബാനു വീട്ടിൽ വന്ന് ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോൾ അവരുടെ ചേട്ടത്തി പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എന്റെ മക്കൾക്ക് ഒരു മുട്ട പൊരിച്ചു കൊടുക്കുവാൻ പോലും പറ്റുന്നില്ല, പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കില്ല, ഇങ്ങനെയാണെങ്കിൽ നിന്റെ തമ്പ്രാട്ടി ഇവിടുന്ന് മാറുന്നതാണ് നല്ലത് എന്നൊക്കെ. വിശാലാക്ഷി ആകട്ടെ വിഷമിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. വിശാലാക്ഷിയുടെ അടുത്തേക്ക് ബാനു വന്നിരിക്കുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ബാനുവിനെ എന്നെ ഇഷ്ടമാണോ, ചേച്ചിക്കും ചേട്ടനും ഒന്നും എന്നെ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ നല്ലൊരു ഭാര്യയല്ലേ എന്നൊക്കെ.
നീ അടിപൊളിയാണ്, നിന്റെ ശീലങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് സമയമെടുക്കും എന്ന് ഭാനുവും പറയുന്നു. തനിക്കൊരു ആഗ്രഹം സാധിച്ചു തരുമോ എന്ന് വിശാലാക്ഷി ഭാനുവിനോട് ചോദിക്കുന്നു. എന്താണെന്ന് ഭാനു ചോദിക്കുമ്പോൾ തനിക്കൊരു വള വാങ്ങി തരാൻ വിശാലാക്ഷി പറയുന്നുണ്ട്. തമ്പുരാട്ടി ആഗ്രഹിച്ച വള നാളെ തന്നെ കയ്യിലിട്ട് തരുമെന്ന് ഭാനുവും വാക്കു കൊടുക്കുന്നു. അങ്ങനെ അവളെയും കൊണ്ട് വള വാങ്ങാൻ പല ജ്വല്ലറിയിലും ഭാനു പോകുന്നു. പക്ഷെ വിശാലാക്ഷിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അവളുടെ കൂടെ ജ്വല്ലറി കയറി ഇറങ്ങി ഭാനുവും മടുത്തിരുന്നു. ഇതിനിടയ്ക്ക് ഭാനു തനിക്കും വിശാലാക്ഷിക്കും മാറി താമസിക്കാൻ വീട് നോക്കുന്നുണ്ട്. എന്നാൽ ഒന്നും തന്നെ വിശാലാക്ഷിക്ക് ഇഷ്ടപ്പെടുന്നില്ല. താൻ ഇതിലൊക്കെ കൂടുതൽ ഡിസേർവ് ചെയ്യുന്നുണ്ട്, തനിക്കൊരു വള വാങ്ങി തരാൻ പോലും ഭാനുവിന് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ഭാനുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരു ജ്വല്ലറിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു വളയും അവൾക്ക് ഇഷ്ടമാവില്ല. വളരെ ഇറിറ്റേറ്റഡ് ആയാണ് ഭാനു ഇരിക്കുന്നത്. നിനക്ക് പിന്നെ എങ്ങനത്തെ വളയാണ് വേണ്ടത് എന്ന് ചോദിച്ച് അവരുടെ ഇടയിൽ വഴക്കാവുകയും ആ ദേഷ്യത്തിൽ വിശാലാക്ഷി ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഭാനു പുറകെ ചെന്ന് അവളെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ട വള ആ അക്ഷയ സെന്ററിലെ പീറ പെണ്ണിന്റെ കയ്യിലുണ്ട്, ഫോട്ടോയോ മോഡലോ എന്ത് വേണമെങ്കിലും എടുത്തോ, എനിക്ക് അങ്ങനത്തെ വള തന്നെ വേണമെന്ന് വിശാലാക്ഷി ഭാനുവിനോട് പറയുന്നു. അടുത്ത സീനിൽ അക്ഷയ സെന്ററിലെ പ്രജിത്തിനെ ഭാനു വിളിച്ച് ആ വളയെക്കുറിച്ച് അന്വേഷിക്കും. അവൾ ലീവാണ്, അവളുടെ ഹസ്ബൻഡിനെ കണ്ടാൽ മോഡൽ കിട്ടും എന്നുള്ള കാര്യം പ്രജിത്ത് ഭാനുവിനോട് പറയും. നെക്സ്റ്റ് സീനിൽ പുരുഷുവിന്റെ വീടാണ് കാണിക്കുന്നത്. അക്ഷയ സെന്ററിലെ പ്രജിത്ത് ഓൾറെഡി പുരുഷുവിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭാനുവിനെയും കൂട്ടുകാരനെയും കാണുമ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലാകും. ആ വള ഊരാൻ പറ്റില്ല എന്നും അത് കാരണം തന്റെ ശരീരത്തുണ്ടാവുന്ന മുറിവിനെ കുറിച്ചും പുരുഷു അവരോട് പറയും. അപ്പോൾ തന്നെ സരള പുറത്തേക്ക് വരുന്നുണ്ട്. സരള അവരെ ആ വള കാണിക്കുന്നുണ്ട്. ഭാനുവിന്റെ കൂട്ടുകാരൻ ആ വള നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതെന്തോ അറബിയിൽ എഴുതിയിട്ടുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ പുരുഷു ഒന്ന് ഞെട്ടുന്നു. അമ്മമ്മ തന്ന വളയാണെങ്കിൽ അതിൽ എങ്ങനെയാണ് അറബി വരുന്നത് എന്നാണ് അവൻ ചിന്തിക്കുന്നത്. ഇത് അറബി ഒന്നുമല്ല, സംസ്കൃതമാണ്. എന്റെ അമ്മമ്മ മരണക്കിടക്കയിൽ വെച്ച് ഊരി തന്നതാണെന്ന് സരള പറയുന്നുണ്ട്. ഭാനുവിന്റെ കൂട്ടുകാരൻ സരളയുടെ കയ്യിൽ പിടിച്ച് ഒന്നും കൂടി വള നോക്കാൻ പോയപ്പോൾ കയ്യിൽ പിടിക്കുന്നോ എന്ന് പറഞ്ഞ് സരള അവനെ അടിച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ആ വളയുടെ ഫോട്ടോ കിട്ടുമോ, ഇതേ മോഡലിൽ ഒരെണ്ണം ഉണ്ടാക്കാനാണെന്ന് ഭാനു പുരുഷുവിനോട് ചോദിക്കുന്നുണ്ട്. അവൾ ദേഷ്യത്തിലായതുകൊണ്ട് ഇപ്പൊ കിട്ടില്ല എന്ന് പുരുഷു പറയുന്നു. അത് ഊരിയെടുക്കാനുള്ള എന്തെങ്കിലുമാണ് ആ അറബിയിൽ എഴുതിയിരിക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉസ്താദ് ഇവിടെ ഉണ്ടെന്നും അയാളെ പോയി കണ്ടാൽ മതിയെന്നും ഭാനുവിന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ആ ഉസ്താദിനെ കൂട്ടിക്കൊണ്ട് വാ, അപ്പോൾ ഫോട്ടോയും എടുക്കാലോ എന്ന് പുരുഷു അവരോട് പറയുന്നു. പുരുഷുവിന് ആ വളയെ കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു. പുരുഷു ആ വളയുടെ ഫോട്ടോ എടുത്ത് അതിനെപ്പറ്റി അന്വേഷിക്കുവാൻ പുരുഷുവിന്റെ കൂട്ടുകാരനോട് പറയുന്നു. ആ വള ഒരു ആന്റിക് പീസ് ആണെന്ന് പറഞ്ഞ് പുരുഷു സരളയുടെ കയ്യിൽ നിന്ന് അത് ഊരാൻ നോക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും അത് ഊരാൻ പറ്റുന്നില്ല. പുരുഷുവിന്റെ കൂട്ടുകാരൻ ഇതുപോലെ ആന്റിക് പീസ് വാങ്ങുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പുരുഷുവിനെ വിടുന്നു. അവിടേക്ക് സരളയും കൂട്ടി അവൻ പോകുന്നുണ്ട്. ആ വള പരിശോധിച്ച ശേഷം ഇതിന് നല്ല വില കിട്ടുമെന്ന് മനസ്സിലാക്കി അവൻ 5 കോടി രൂപ അവരോട് ചോദിക്കുന്നുണ്ട്. അവരും അത് സമ്മതിക്കുന്നു. 3 ദിവസത്തിനുള്ളിൽ വള ഊരിക്കൊണ്ട് വരണമെന്ന് പറയുന്നുണ്ട്. വളയ്ക്ക് കേടുപാടുകളൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന് അവർ പ്രത്യേകം പുരുഷുവിനോട് പറയുന്നുണ്ട്. പുരുഷുവിന് ഇത് സരളയുടെ അമ്മമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയതാണോ എന്ന് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സരള എവിടെയൊക്കെ പോകുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ അവൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിരുന്നു. പിന്നീട് വള ഊരാനുള്ള ശ്രമങ്ങളായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഭാനുവിന്റെ കൂട്ടുകാരൻ പറഞ്ഞ ആ ഉസ്താദിനെയും അവർ വിളിക്കുന്നുണ്ട്. ആ ഉസ്താദ് അതിലുള്ള അറബിയുടെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു. കുറെ വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി ആകാശത്തുകൂടെ പറന്നു നടന്ന ഒരാൾക്ക് അന്നത്തെ സുൽത്താൻ കൊടുത്ത സമ്മാനമായിരുന്നു അത്. ഈ വളയ്ക്ക് ചോദിക്കുന്ന പൈസ കിട്ടും എന്ന് അയാൾ പറയുന്നുണ്ട്. സരള പറയുന്നത് പോലെ അമ്മമ്മയുടെ കയ്യിൽ നിന്നാണ് ഇത് കിട്ടിയതെന്ന് തോന്നുന്നില്ല എന്നും പുള്ളി പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ സരള വല്ലാതെ ടെൻഷൻ ആകുന്നുണ്ട്. ഭാനു സരളയുടെ കയ്യിൽ നിന്ന് ആ വളയുടെ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ പുരുഷു വന്ന് ആ ഫോൺ വാങ്ങി ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ ഒരെണ്ണം മതി, ഇനി ഈ മോഡലിൽ വേറെ വള വേണ്ട എന്ന് പറഞ്ഞ് പുരുഷു അവന്റെ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുന്നു. അതിന്റെ പേരിൽ ഭാനുവും പുരുഷവും തമ്മിൽ അടിയാവും. ആ ദേഷ്യത്തിൽ ഭാനു പറയുന്നുണ്ട് അതുപോലത്തെ ഒരു വളയല്ല, അതേ വള ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുമെന്ന്. ഭാനു വിശാലാക്ഷിയോടും പറയുന്നുണ്ട് അതുപോലത്തെ വളയല്ല, ആ വള തന്നെ നിനക്ക് ഞാൻ എങ്ങനെയെങ്കിലും നേടിയെടുത്ത് തരുമെന്ന്. അത് സരളയുടെ വളയൊന്നുമല്ല, ആരുടെയോ കയ്യിൽ നിന്ന് അവൾ അടിച്ചു മാറ്റിയതാണ് എന്നൊക്കെ ഭാനു വിശാലാക്ഷിയോട് പറയുന്നുണ്ട്. പിന്നീട് പുരുഷു പലയിടങ്ങളിലും അവളെയും കൊണ്ടുപോയി ആ വള ഊരാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും തന്നെ നടന്നില്ല. ആ വളയെക്കുറിച്ച് അറിയാനായിട്ട് ഭാനുവും കൂട്ടുകാരനും സരളയുടെ വീട്ടിൽ പോയി അന്വേഷിക്കുന്നുണ്ട്. അവിടെ എല്ലാവരും പറയുന്നത് അതവളുടെ അമ്മമ്മ മരിക്കുന്നതിന് മുന്നേ അവൾക്ക് ഇട്ടുകൊടുത്തതാണ് എന്നാണ്. അത് തുറക്കാനുള്ള വഴി പറയുന്നതിന് മുന്നേ അവർ മരിച്ചുപോയി എന്നും അവർ പറയുന്നുണ്ട്. അതിലൊന്നും അധികം വിശ്വസിക്കാതെ ഭാനുവും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഭാനുവും കൂട്ടുകാരനും പോയ പുറകെ തന്നെ സരളയുടെ അമ്മ സരളയെ ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട് ആദ്യം പുരുഷു വന്ന് വളയെക്കുറിച്ച് അന്വേഷിച്ചു, ഇപ്പോൾ 2 പോലീസുകാരും വന്നിട്ടുണ്ടായിരുന്നു, നീ പറഞ്ഞ പോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ഭാനു പിന്നെ വളയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവന് മനസ്സിലാകുന്നുണ്ട് വടകരയിൽ പഠിക്കാൻ പോയ സരള തിരിച്ചു വരുന്നത് ആ വളയുമായിട്ടാണ്. ആ വള എങ്ങനെ അവളുടെ കയ്യിൽ കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അന്ന് അബുവിന് കാവൽ നിന്ന ഭാനു ആകട്ടെ രാത്രിയിൽ ആരും അറിയാതെ അവിടെ നിന്ന് പോയത്. ഇതൊക്കെ ഭാനു അബുവിനോടും കൂട്ടുകാരോടും പറയുന്ന കഥയായിരുന്നു. ഈ കഥയെല്ലാം കേട്ട് അക്ഷയയിലെ സരളയുടെ കൂടെ ജോലി ചെയ്യുന്ന പ്രജിത്ത് പറയുന്നുണ്ട് അന്നൊരിക്കൽ ഒരു താത്ത വന്ന് ആ വള അവരുടെ ആണെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി, മിക്കവാറും അത് അവരുടെ തന്നെ ആയിരിക്കുമെന്ന്. ഇത് കേൾക്കുമ്പോൾ ഭാനുവിന് സംശയം കൂടുന്നു. ഇതേ സമയം പുരുഷു വള ഊരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ നടക്കുന്നില്ല. അവൻ വള കൊടുക്കാമെന്ന് പറഞ്ഞ പാർട്ടി ആകട്ടെ സരളയെ പിടിച്ചുകൊണ്ടുവന്ന് പുരുഷുവിന്റെ മുന്നിൽ നിർത്തിയിട്ട് പറയുന്നുണ്ട്
പറയുന്നുണ്ട്. ഇതിവളുടെ കയ്യിൽ നിന്ന് മുറിച്ചു മാറ്റി ഊരിയെടുക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്ന്. ആ വളയ്ക്ക് ഒരു കേടുപാടും കൂടാതെ അവർക്ക് വേണമായിരുന്നു. അതുകൊണ്ട് അത് മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പുരുഷു കുറച്ച് സമയം കൂടി അവരോട് ചോദിക്കുന്നുണ്ട്. പിന്നീടും പലയിടത്തും കൊണ്ടുപോയി വള ഊരാൻ പുരുഷു ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല. പിന്നീട് ഒരു ദിവസം ഭാനുവും വിശാലാക്ഷിയും മാർക്കറ്റിൽ നിൽക്കുമ്പോൾ സരള ഒരു താത്തയായിട്ട് വഴക്കിടുന്നത് ഇവർ കാണുന്നു. പാത്തു എന്നാണ് ആ താത്തയുടെ പേര്. എൻ്റെ വളയാണ്, അത് തിരികെ തരാൻ പാത്തു അവളോട് പറയുന്നുണ്ട്. ഇതെൻ്റെ അമ്മമ്മ തന്നതാണ് എന്നൊക്കെ സരളയും തിരിച്ചു പറയുന്നുണ്ട്. ബഹളം കേട്ട് ആൾക്കാർ ചുറ്റും കൂടിയിരുന്നു. അപ്പോൾ ഭാനു ചെന്ന് ഇടപെട്ട് നാട്ടുകാരെയൊക്കെ പിരിച്ചുവിടുന്നുണ്ട്. എന്നിട്ട് പാത്തുവിനോട് വളയെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. പാത്തു ആകട്ടെ അവരുടെ കയ്യിൽ ആ വള കെട്ടിയ കഥ പറയാൻ തുടങ്ങി. പാത്തുവിൻ്റെ ഹസ്ബൻഡ് സൂപ്പിക്ക എന്ന് പറയുന്ന ആൾ ഒമാനിലാണ് ജോലി ചെയ്യുന്നത്. ഒരിക്കൽ അയാൾ തൻ്റെ അറബാബിന് നല്ല രുചിയുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു. അത് കഴിച്ച അറബാബിന് തൻ്റെ ഉമ്മ ഉണ്ടാക്കി കൊടുത്ത ബിരിയാണിയുടെ അതേ ടേസ്റ്റാണ് തോന്നിയത്. അത്ര നല്ല രുചിയുള്ള ബിരിയാണി ഉണ്ടാക്കി കൊടുത്തതിന് സൂഫിക്കയ്ക്ക് സമ്മാനമായി അറബാബ് കൊടുത്തതാണ് ആ വള. ആ വളയ്ക്ക് ഒരു പ്രത്യേക തരം ലോക്കുണ്ട്. അത് അഴിച്ചാൽ മാത്രമേ അത് കയ്യിലിടാനും ഊരാനും പറ്റുകയുള്ളൂ. അതെല്ലാം അറബാബ് സൂഫിക്കയ്ക്ക് പറഞ്ഞു കൊടുത്തു. നാട്ടിലെത്തിയ സൂഫിക്ക തൻ്റെ ഭാര്യയ്ക്ക് ആ വള സമ്മാനമായി അവരുടെ കയ്യിൽ ഇട്ടുകൊടുത്തു. അത് എങ്ങനെയാണ് ഊരുന്നതെന്നും ഇടുന്നതെന്നും പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ നാളുകൾ കടന്നുപോയി. ആ നാട്ടിൽ ഒരു കലാപം നടന്നു. അതിനിടയ്ക്ക് സൂഫിക്കയുടെ വീട്ടിൽ കയറി കുറച്ചുപേർ മോഷണവും നടത്തി. സൂഫിക്കയുടെ വീട്ടിൽ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ആ വള ഉൾപ്പെടെ എല്ലാം അവർ മോഷ്ടിച്ചു. ഇതൊക്കെ തടയാൻ സൂഫിക്ക ശ്രമിക്കുന്നുണ്ട്. സൂഫിക്ക കള്ളന്മാരുടെ പുറകെ പോകുന്നുണ്ട്. കള്ളന്മാർ ആകട്ടെ കലാപം നടക്കുന്ന സ്ഥലത്തേക്ക് ഓടുന്നു. കള്ളന്മാരെ പിടിക്കാൻ ആ ഏരിയയിലേക്ക് പോയ സൂഫിക്ക ആകട്ടെ പോലീസുകാരുടെ മുന്നിലാണ് എത്തിപ്പെട്ടത്. സൂഫിക്കയും കലാപക്കാരിൽ ഒരാളാണ് എന്ന് കരുതി പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി. അവരുടെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് സൂഫിക്ക ജയിലിലുമായി. അവർ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ട് ഇപ്പോൾ ഈ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പാത്തു ഈ കഥയൊക്കെ പറഞ്ഞു തീരുമ്പോൾ സൂഫിക്ക അങ്ങോട്ട് വരികയാണ്. ഭാനുവിനെ കാണുമ്പോൾ സൂഫിക്ക ഞെട്ടുന്നുണ്ട്. ചെറിയ ഫ്ലാഷ് ബാക്ക് ആണ് ഇനി കാണിക്കുന്നത്. കള്ളന്മാരെ പിടിക്കാൻ സൂഫിക്ക ഓടിച്ചെല്ലുമ്പോൾ ആരോ സൂഫിക്കയെ പുറകിൽ നിന്ന് പിടിക്കുന്നുണ്ട്. അറിയാതെ സൂഫിക്ക അയാളെ അടിക്കുന്നു. പിന്നീട് തിരിച്ചു നോക്കുമ്പോഴാണ് അയാൾ പോലീസുകാരനാണ് എന്ന് മനസ്സിലാവുന്നത്. ഭാനു ആയിരുന്നു ആ പോലീസുകാരൻ. തന്നെ അടിച്ച സൂഫിക്കയെ ഭാനുവും അടിക്കുന്നുണ്ട്. താൻ ഈ കലാപക്കാരുടെ കൂടെ ഉള്ളതല്ല എന്ന് സൂഫിക്ക പറയുന്നുണ്ടെങ്കിലും ഭാനു അതൊന്നും കേൾക്കാതെ അയാളെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരെ അടിച്ചു എന്ന് പറഞ്ഞ് സൂഫിക്കയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. ആ ഭാനുവിനെ നേരിട്ട് കണ്ടപ്പോൾ സൂഫിക്ക ഭാനുവിനെ വന്ന് അടിക്കുന്നുണ്ട്. നീ കാരണമാണ് എൻ്റെ സമ്പത്തെല്ലാം പോയതെന്ന് അയാൾ പറയുന്നുണ്ട്. ഭാനുവും സങ്കടത്തോടു കൂടി അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കൊടുക്കാൻ ഭാനുവിന് പറ്റില്ല. ആ വളയെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന് അവൻ തീരുമാനിക്കുന്നു. സൂഫിക്ക ആകട്ടെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി വഴിയോരത്ത് കൊണ്ടുവന്ന് വിറ്റാണ് ജീവിക്കുന്നത്. ഇടയ്ക്ക് വിശാലാക്ഷി വളയുടെ കാര്യം എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി പലതവണ ഭാനുവിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ ഫോൺ എടുക്കുന്നില്ല. സൂഫിക്ക നേരത്തെ താമസിച്ച വീടും സ്ഥലവും ഒക്കെ തേടി ഭാനു പോകുന്നുണ്ട്. അവിടെ അന്വേഷിക്കുമ്പോൾ ഭാനുവിന് മനസ്സിലാവുന്നുണ്ട് അന്ന് സൂഫിക്കയുടെ കൂടെ ഡ്രൈവറായിട്ടുണ്ടായിരുന്ന ആൾ ഇപ്പോൾ വലിയ പണക്കാരനാണ്. ഇതൊക്കെ അന്വേഷിച്ച് വീട്ടിലെത്തുമ്പോൾ വിശാലാക്ഷി വളയെക്കുറിച്ച് അവനോട് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഭാനുവിനാകട്ടെ ദേഷ്യം വരുന്നുണ്ട്. എനിക്കൊരു വള പോലും വാങ്ങിത്തരാൻ നിനക്ക് പറ്റുന്നില്ല എന്നവൾ ഭാനുവിനോട് പറയുന്നു. അതെ, നീ പറഞ്ഞത് ശരിയാണ്. ഒരു വള പോലും വാങ്ങാൻ കഴിവില്ലാത്തവനാണ് ഞാൻ എന്ന് ഭാനുവും പറയുന്നുണ്ട്. ഓൾറെഡി നല്ല വിഷമത്തിലായിരുന്നു ഭാനു. അത് മനസ്സിലാക്കി വിശാലാക്ഷി ആകട്ടെ ഒന്നും പറയാതെ അവനെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സൂഫിക്കയുടെ ഡ്രൈവർ സുബീഷിനെ കാണാൻ പോകുന്ന ഭാനുവിനെയാണ്. ആ കലാപം നടക്കുന്ന ടൈമിലൊക്കെ സുബീഷ് ഡൽഹിയിലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ സുബീഷിന്റെ കൂട്ടുകാർ ആ കലാപത്തിൽ മോഷ്ടിച്ച സ്വർണങ്ങളൊക്കെ പങ്കിട്ടെടുക്കുന്നതാണ് കാണുന്നത്. ആ വള കണ്ടപ്പോൾ സൂഫിക്കയുടെ വീട്ടിലും അവർ മോഷ്ടിക്കാൻ കയറിയെന്ന് സുബീഷിന് മനസ്സിലാവുന്നു. അത് അവൻ കൂട്ടുകാരോട് ചോദിച്ച് വഴക്കുണ്ടാക്കുന്നു. അപ്പോഴത്തേക്ക് അവനെ തള്ളിയിട്ട് അവർ സ്വർണങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഓടിപ്പോകുന്നുണ്ട്. ആ വള മാത്രം അവൻ്റെ കയ്യിലായി. സൂഫിക്ക അത് പാത്തുവിൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ സുബീഷ് അവിടെ ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണ് തുറക്കുന്നത് എന്നൊക്കെ അവൻ അറിയാമായിരുന്നു. ആ സമയത്ത് അവിടെ പഠിക്കാൻ വന്ന സരളയായിട്ട് സുബീഷ് ഇഷ്ടത്തിലാകുന്നു. അവൻ സരളയുടെ കയ്യിൽ ആ വള ഇട്ട് കൊടുക്കുന്നു. എന്നാൽ ആ വള എങ്ങനെയാണ് ഊരുന്നത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ സരളയാകട്ടെ തൻ്റെ കയ്യിൽ നിന്ന് വള ഊരാൻ വേണ്ടി പുരുഷു തൻ്റെ കൈ മുറിക്കുന്നതൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. ഞെട്ടിയുണർന്ന അവളോട് പുരുഷു പറയുന്നുണ്ട്, ഞാൻ കൈ വെട്ടുന്നതായിരിക്കും നീ സ്വപ്നം കണ്ടത്, എന്നാൽ അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല എന്ന്. കുറച്ചു കഴിഞ്ഞ് സരളയുടെ ഫോണിൽ ശല്യം എന്ന് സേവ് ചെയ്തിട്ടിരിക്കുന്ന നമ്പറിൽ നിന്ന് കോള് വരുന്നുണ്ട്. അവൾ റൂമിൽ നിന്ന് പതിയെ പുറത്ത് വന്ന് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു. സത്യത്തിൽ അത് സുബീഷ് ആയിരുന്നു. സരള സുബീഷിനോട് ഈ വള എങ്ങനെയാണ് ഊരുന്നത് എന്ന് പറഞ്ഞു തരാൻ പറയുന്നുണ്ട്. ഫോണിൽ കൂടി ഞാൻ പറഞ്ഞു തരില്ല, നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ള സ്ഥലത്ത് നീ വന്നാൽ ഞാൻ നിന്റെ മുൻപിൽ വെച്ച് തന്നെ ഊരി കയ്യിൽ തരാമെന്ന് സുബീഷ് പറയുന്നു. ഇവർ സംസാരിക്കുന്നതെല്ലാം തന്നെ പുരുഷു പുറകിൽ നിന്ന് ഒളിഞ്ഞു കേൾക്കുന്നുണ്ട്.
സുബീഷ് ആകട്ടെ ബാനു പറഞ്ഞിട്ടാണ് സരളയെ വിളിക്കുന്നത്. അങ്ങനെ സരള സുബീഷിനെ കാണാൻ പോകുമ്പോൾ പുരുഷവും അവളെ ഫോളോ ചെയ്തു പോകുന്നു. സരള സുബീഷിനെ വെയിറ്റ് ചെയ്തു നിൽക്കുകയായിരുന്നു. കുറേ തവണ ഫോണിൽ വിളിച്ചിട്ടും സുബീഷിനെ കിട്ടുന്നില്ലായിരുന്നു. അപ്പോഴാണ് സുബീഷിന്റെ ബോഡിയായിട്ട് പോകുന്ന ആംബുലൻസ് അവർ കാണുന്നത്. സുബീഷിനെ കാണാൻ വന്ന ബാനുവും അത് കണ്ട് ഞെട്ടുന്നു. സുബീഷിന്റെ മരണം കാരണം ആകെ ടെൻഷനായി തിരിച്ചെത്തിയ സരളയെ കാത്ത് ബാനു നിൽപ്പുണ്ടായിരുന്നു. ഈ വള നിന്റെ അല്ലെന്നും ഇതിന്റെ യഥാർത്ഥ അവകാശിക്ക് ഇത് ഞാൻ തിരിച്ചു കൊടുക്കും എന്നും പറഞ്ഞ് ബാനു അവളുടെ വളയിൽ കയറി പിടിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് വരുന്ന പുരുഷു ആകട്ടെ ബാനുവിനെ അടിക്കുന്നു. കരാട്ടെ പഠിച്ചിട്ടുള്ള ബാനുവും പുരുഷുവിനെ തിരിച്ചടിക്കുന്നുണ്ട്. ആളുകൾ കൂടിയപ്പോൾ അബുവും ബാനുവിനെ രക്ഷിക്കാൻ അവിടെ വരുന്നുണ്ട്. അങ്ങനെ അവിടെ പോലീസുകാർ വരുന്നു. അതുകൊണ്ട് പുരുഷു അവിടെ നിന്ന് മാറി. പോലീസുകാരൻ ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ ഇതിന്റെ പിന്നിലെ സത്യം കണ്ടുപിടിക്കാൻ അവരെ എല്ലാവരെയും അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ആ വള കണ്ടപ്പോൾ അത് വലിയ വില വരുന്നതാണ് എന്ന് പോലീസുകാരന് മനസ്സിലാവുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിൽ എങ്ങനെ എത്തി എന്ന് സരളയോട് ചോദിക്കുമ്പോൾ അമ്മമ്മ തന്നതാണ് എന്ന് അവൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഊരി കാണിക്കട്ടെ എന്ന് പാത്തുവും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഊരാൻ അറിയുമോ എന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോൾ താൻ ഊരി കാണിക്കാമെന്ന് പാത്തു പറയുന്നു. എന്നിട്ട് പാത്തു അത് സരളയുടെ കയ്യിൽ നിന്ന് ഊരി കാണിക്കുന്നു. ഇതോടുകൂടി ഈ വള പാത്തുവിന്റെ ആണെന്ന് മനസ്സിലാകുന്നു. ഊരിയെടുത്ത വള പോലീസുകാരൻ ലോക്കാക്കി നോക്കുന്നു. എന്നിട്ട് എങ്ങനെയാണ് ഈ ലോക്ക് മാറ്റുന്നത് എന്ന് ചോദിക്കുമ്പോൾ സൂഫിക്ക് ആകട്ടെ ആ ലോക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് പോലീസുകാരന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ 2 കല്ലുകൾ ഉണ്ടായിരുന്നു, ഒരു വലുതും ഒരു ചെറുതും. അത് രണ്ടും ഒരുമിച്ച് അമർത്തുമ്പോഴാണ് ആ ലോക്ക് സിസ്റ്റം വർക്ക് ആവുന്നത്. ഈ വളയുടെ പേരിൽ ഒരു കേസ് ഉണ്ട്, അതൊക്കെ തീർന്നിട്ട് ഇത് യഥാർത്ഥ അവകാശിക്ക് കൊടുക്കും എന്നൊക്കെ പോലീസുകാരൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി ആ പോലീസുകാരന് ഈ വള കൈക്കലാക്കുക എന്നതാണ് ഉദ്ദേശമെന്ന്. ബാനുവിനെ അത് സൂഫിക്ക് തിരികെ നൽകണമെന്നുണ്ടായിരുന്നു. പുരുഷുവിന് അത് എങ്ങനെയെങ്കിലും പോലീസുകാരന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കണമെന്നും. പോലീസുകാരൻ തന്റെ വീട്ടിലാണ് ഈ വള സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഉത്സവം നടക്കുന്ന രാത്രി പോലീസുകാരനും കുടുംബവും താഴെ നടക്കുന്ന ഘോഷയാത്ര കാണാൻ നിൽക്കുകയായിരുന്നു. ആ ടൈമിൽ ബാനുവും പുരുഷവും ആ വള എടുക്കാനായിട്ട് ആ വീട്ടിൽ കയറുന്നു. രണ്ടുപേരും ആ വളയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നു. അവസാനം ബാനു ആ വള കൈക്കലാക്കുന്നു. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ അത് സൂഫിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. സൂഫിക്ക് ആകട്ടെ അപ്പോൾ തന്നെ അത് പാത്തുവിന്റെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അബുവിന് കാവൽ നിൽക്കുന്ന ബാനുവിനെ വിശാലാക്ഷി ഫോണിൽ വിളിച്ച് എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരുമോ എന്ന് ചോദിക്കുന്നതാണ്. ബാനു എന്താണെന്ന് ചോദിക്കുമ്പോൾ തനിക്കൊരു വള വാങ്ങി തരുമോ എന്ന് അവൾ ചോദിക്കുന്നു. തരാമെന്ന് ബാനു പറയുന്നു. അതോടുകൂടി ഈ സിനിമ അവസാനിക്കുന്നു. ഈ മൂവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.